സുഭാഷിതം. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ടെന്ന് റോമർക്കെഴുതിയ ലേഖനം 11 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. Even so then, at this present time, there is a remnant according to the election of grace. ശേഷിപ്പ് അഥവാ റെമനന്റ് എന്ന് പറയുമ്പോൾ സാധാരണയായി നാം മനസ്സിലാക്കുന്നത് ബാക്കി വന്നത്, അവശിഷ്ടം എന്നൊക്കെയാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അതിലുടനീളം ആവർത്തിച്ചു വരുന്ന ഒരു വിഷയമാണ് ശേഷിപ്പ് എന്നുള്ളത്. കഷ്ടപ്പാടുകളുടെ ഒരു കാലഘട്ടത്തിന് ശേഷവും ദൈവത്തോട് വിശ്വസ്തത പുലർത്തി നിലനിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ് അത് പരാമർശിച്ചിരിക്കുന്നത്. അതിന് ഉദാഹരണമായി ഇവിടെ പൗലോസ് ഏലിയാവിന്റെ ചരിത്രം പറയുന്നു. ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നതിന് ശേഷം ഏലിയാവ്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ ദൈവം ഏലിയാവിനോട് അരുളി ചെയ്തത്, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്നാണ്. നോഹയുടെ കാലത്ത് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടതയും അതിക്രമം കൊണ്ട് നിറഞ്ഞപ്പോൾ സകല ജഡത്തെയും നശിപ്പിക്കുവാൻ ജലപ്രളയം വരുത്തുമെന്ന് യഹോവ മുന്നമേ അരുളി ചെയ്തിരുന്നു. ജനം നശിച്ചു പോകാതിരിക്കുവാൻ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടണമെന്ന് നോഹ 120 വർഷക്കാലം പ്രസംഗിച്ചു. എന്നാൽ നോഹയും കുടുംബവും മാത്രമാണ് പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടത്. ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച് ഒരു വിശ്വസ്ത ശേഷിപ്പായി ആ കുടുംബം നിലകൊണ്ടു. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഈ കാലമെന്നുദ്ദേശിക്കുന്നത് അന്ത്യകാലത്ത് ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ കാലയളവിൽ. ഈ ശേഷിപ്പിനെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. അതായത് ദൈവത്തിന്റെ കൃപയാൽ, ദൈവഹിതത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം. അവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരും ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരുമാകുന്നു. റോമർ 9:28 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. യേശുക്രിസ്തുവിന്റെ വിശ്വാസവും പഠിപ്പിക്കലുകളും സംരക്ഷിക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആധുനിക ശേഷിപ്പാണ് സഭയെന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ മൂല്യങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമായി വർത്തിച്ചുകൊണ്ട് ആത്മീയ തകർച്ചയെ ചെറുക്കേണ്ടത് സഭയുടെ ദൗത്യമാകുന്നു. കൃപയാലാണ് നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട് ഈ സഭയുടെ അംഗങ്ങളായി തീർന്നിരിക്കുന്നത്. ഈ ശേഷിപ്പ് ചില ഗുണവിശേഷങ്ങളുള്ള സമൂഹമാണ്. ദൈവത്തോടുള്ള അവരുടെ അചഞ്ചലമായ വിശ്വസ്തതയാൽ അവർ വേറിട്ട് നിൽക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് വെല്ലുവിളികളെ നേരിടുന്നു. ശക്തമായ ആത്മീയ അടിത്തറയിൽ അവർ ഉറച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കൽപ്പനകളോടുള്ള അവരുടെ അനുസരണം ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാകുന്നു. ഈ ശേഷിപ്പ് ദൈവത്താൽ സുപ്രധാനമായ ആത്മീയ ദൗത്യങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവരും ശുദ്ധീകരിക്കപ്പെട്ടവരുമായ കൂട്ടമാണ്. യേശുവിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന എല്ലാവരും ഈ ശേഷിപ്പിൽ ഉൾപ്പെട്ടവരാകുന്നു. ആധുനിക വിശ്വാസികൾ എന്ന നിലയിൽ ദൈവത്തിന്റെ പഠിപ്പിക്കലുകളോടുള്ള നമ്മുടെ പ്രതിബദ്ധത നാം വീണ്ടും ഉറപ്പിക്കണം. തിരുവെഴുത്തുകളിൽ നിർവചിച്ചിരിക്കുന്ന മൂല്യങ്ങൾക്കനുസൃതമായി നാം ജീവിക്കണം. ദൈവത്തിന്റെ കാലാതീതമായ ഉടമ്പടിയുമായി ഒത്തുചേർന്ന് വിശ്വസ്തത, അനുസരണം, സഹിഷ്ണുത എന്നിവ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ശേഷിപ്പായി നിലകൊള്ളാം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ഈ ശേഷിപ്പിനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവ് വരാറായി. ഗോഡ് ബ്ലെസ് യു ഓൾ വിത്ത് ദീസ് വേർഡ്സ്.
അങ്ങേ